ഒരു സമയത്ത് വമ്പൻ ഹിറ്റായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്ന ഒരു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസാണ് സ്വിഗ്ഗി ജീനി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വിഗ്ഗി ജീനി അതിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. വൈ? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാന മെട്രോ നഗരങ്ങളിലും ഓപ്പറേഷൻസ് നടത്തി വന്നിരുന്ന സ്വിഗ്ഗി ജീനി അവരുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അവരുടെ ഓപ്പറേഷൻസ് കൺസ്ട്രെയിൻസ്. ഇതിൽ അവരുടെ ഡെലിവറി ലോജിസ്റ്റിക്സും അതേപോലെ സ്റ്റാഫിംഗ് ഷോർട്ടേജും പ്രധാന പങ്ക് വഹിക്കുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് കൂടുതലും സ്വിഗ്ഗിയെ ആശ്രയിച്ചിരുന്നത് അവരുടെ കോർ ബിസിനസ് ആയിട്ടുള്ള ഫുഡ് ഡെലിവറിയും അതേപോലെ ക്വിക്ക് കൊമേഴ്സ് ഡെലിവറി ആയിട്ടുള്ള ഇൻസ്റ്റമാർട്ടും ആയിരുന്നു. അത് സ്വിഗ്ഗി ജീനിയുടെ ഡിമാൻഡ് കുറയ്ക്കാനും സ്വിഗ്ഗി ജീനി പ്രോഫിറ്റബിൾ ആവാതിരിക്കാനും ഒരു കാരണമായി. അടുത്ത റീസൺ അവർ നേരിട്ടത് ഹെവി കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഡെലിവറി ലോജിസ്റ്റിക്സ് കോർ ഏരിയ ആയിട്ട് കൊണ്ടു നടന്നിരുന്ന റാപ്പിഡോർ, പോർട്ടർ എന്നീ മാർക്കറ്റ് ജയൻസിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. സോ ഈ പറഞ്ഞ കാരണങ്ങൾ സ്വിഗ്ഗി മനസ്സിലാക്കിയതുകൊണ്ട് സ്വിഗ്ഗി അവരുടെ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്വിഗ്ഗി ജീനി എന്നുള്ള സർവീസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ബിസിനസ് ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ പല പ്രോഫിറ്റ് സെന്റേഴ്സ് ആഡ് ചെയ്യുമെങ്കിലും വൺസ് അത് നോൺ പ്രോഫിറ്റബിൾ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കംപ്ലീറ്റ്ലി അത് ബാധിക്കുന്നതായിരിക്കും.